കഴിവിന്റെ വെളിച്ചത്തിലാണ് എന്ന്. അതുകൊണ്ട് സൂര്യാരാധന, താരാരാധന, ചന്ദ്രാരാധന, അഗ്നിയാരാധന, മിന്നലാരാധന അരുതിയെന്നും അവക്കെല്ലാം പിന്നിലുള്ള ശക്തിയെ സട്ടാവിനെ കുറിച്ച് സൂചന നൽകുന്ന മുണ്ടകോപനിഷത്തിന്റെ വരികൾ. എന്തിനേറെ ബൈബിൾ പഴയ നിയമ പുസ്തകം യിരെമ്യാവിന്റെ പുസ്തകം 10-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വചനത്തിൽ തന്റെ ശക്തിയാൽ ഭൂമിയെ സൃഷ്ടിച്ച, തന്റെ ജ്ഞാനത്താൽ ലോകത്തെ പ്രതിഷ്ഠിച്ച, തന്റെ വിവേക ശക്തിയാൽ ആകാശത്ത് നിവർത്തിയ സട്ടാവിനെ കുറിച്ച് തന്നെയാണ് ബൈബിൾ പഴയ നിയമ പുസ്തകങ്ങൾക്കും സംസാരിക്കുവാനുള്ളത്. ഈ സൃഷ്ടി മഹാപ്രപഞ്ചത്തെക്കുറിച്ച് പഠിക്കുന്ന, ചിന്തിക്കുന്ന വിവേകമതികൾക്ക് ഒരിക്കലും സട്ടാവിന്റെ സാന്നിധ്യത്തെ നിഷേധിച്ച് തള്ളാനാവില്ല. മറിച്ച് മനസ്സു തുറന്ന് വിനയാന്വിതരായി സട്ടാവിന്റെ മുന്നിൽ അവൻ സ്വന്തത്തെ സമർപ്പിക്കുമെന്നുള്ള പ്രതികരണമാണ് വിശുദ്ധ ഖുർആൻ 3-ാം അധ്യായം ആലി ഇംറാൻ 190-191 വചനങ്ങളിലൂടെ പഠിപ്പിക്കുന്നത്. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ ലആയാതിൻ ലിഉലിൽ അൽബാബ് الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിൽ രാവും പകലും മാറി മാറി വരുന്നതിൽ ചിന്തിക്കുന്ന, പഠിക്കുന്ന ആളുകൾക്ക് ഒട്ടനവധി ദൃഷ്ടാന്തങ്ങളുണ്ട്. നിന്നുകൊണ്ടും കിടന്നുകൊണ്ടും ഇരുന്നുകൊണ്ടും സട്ടാവിന്റെ അത്ഭുതകരമായ സൃഷ്ടി സംവിധാനത്തെക്കുറിച്ച്, ഈ സൃഷ്ടി മഹാപ്രപഞ്ചത്തെക്കുറിച്ചുള്ള നിരന്തരമായ പഠന മനന ഗവേഷണങ്ങളിൽ ഏർപ്പെടുന്ന ബുദ്ധിജീവിയുടെ പ്രതികരണം റബ്ബന, ഞങ്ങളുടെ നാഥ, മാ ഖലഖ്ത ഹാദാ ബാതില, ഇതൊന്നും നീ വൃഥാ സൃഷ്ടിച്ചതല്ല. ജ്വലിക്കുന്ന സൂര്യനെ, പ്രഭചൊരിയുന്ന ചന്ദ്രനെ, മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളെ, ജ്വലിക്കുന്ന അഗ്നിയെ, എന്തിനേറെ മരുഭൂമിയിലെ കപ്പലായ ഒട്ടകത്തെ, ഒന്നും നീ വൃഥാ സൃഷ്ടിച്ചതല്ല. സുബ്ഹാനക്, നീ എത്ര 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 പരിശുദ്ധൻ. ഫഖിനാ അദാബന്നാർ, ജ്വലിക്കുന്ന നരകശിക്ഷയിൽ നിന്ന് നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ എന്ന സമർപ്പണത്തിന്റെ, വിനയത്തിന്റെ, സമർപ്പണത്തിന്റെ പ്രതികരണമായിരിക്കണം വിവേകമതികളുടേത് എന്ന് ഖുർആൻ ഉണർത്തുകയാണ്. അതുകൊണ്ട് ഈ സൃഷ്ടി മഹാപ്രപഞ്ചത്തിന്റെ നാഥനെ അറിയേണ്ടതുണ്ട്. ഈ മഹാപ്രപഞ്ചത്തിന്റെ പിന്നിലുള്ള ശക്തിയിലേക്ക് വിരൽ ചൂണ്ടുകയാണ് യഥാർത്ഥത്തിൽ ആധുനിക ശാസ്ത്രവും. ലോകത്ത് അടിസ്ഥാനപരമായി 4 ബലങ്ങളുണ്ട്. ഒന്ന് നമുക്കറിയാം, ഗ്രാവിറ്റേഷൻ, ഗുരുത്വാകർഷണ ശക്തി. അതോടൊപ്പം തന്നെ 2 ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്, വൈദ്യുത കാന്തിക ബലം. 3 സ്ട്രോങ് ന്യൂക്ലിയസ് ഫോഴ്സ്, ശക്തമായ ആണവബലം. 4 ദുർബലമായ ആണവബലം. ഈ അടിസ്ഥാന 4 ബലങ്ങൾക്ക് പിന്നിൽ ഒരു ശക്തിയുണ്ട് എന്നും ആ ശക്തിയിലേക്ക് വിരൽ ചൂണ്ടുകയാണ് ആധുനിക ശാസ്ത്രരംഗത്തെ പ്രമുഖരായ ബുദ്ധിജീവികൾ എന്നുള്ള പച്ചയായ സത്യത്തെ തള്ളിക്കളയരുത് നമ്മൾ. അഥവാ ഈ സൃഷ്ടി മഹാപ്രപഞ്ചത്തിന്റെ പിന്നിൽ ഒരു സൂപ്പർ പവർ ഉണ്ട് എന്നും ആ ഏകനായ സട്ടാവിനെ അറിയുവാനും മനസ്സിലാക്കുവാനും മനസ്സുണ്ടാകണമെന്ന് മതം പഠിപ്പിക്കുന്നു. ആ സട്ടാവിന്റെ ഏകത്വത്തിലേക്ക് വിശുദ്ധ ഖുർആൻ വിരൽ ചൂണ്ടുന്നു. 2-ാം അധ്യായം ബഖറ 162-ാമത്തെ വചനം, വഇലാഹുക്കും ഇലാഹു വാഹിദ് ലാ ഇലാഹ ഇല്ലാ ഹുവ റഹ്മാനുർ റഹീം. നിങ്ങളുടെ ആരാധ്യൻ ഏകനായ സട്ടാവ് മാത്രമാണ്. അവൻ പരമകാരുണ്യകനും കരുണാവാരുതിയുമാണ്. വിശുദ്ധ ഖുർആൻ 112-ാം അധ്യായം സൂറത്തുൽ ഇഖ്ലാസിന്റെ 1 മുതൽ 4 കൂടിയ വരികളിൽ നിഷ്കളങ്കത എന്ന അധ്യായത്തിൽ ഖുർആൻ സട്ടാവിനെ പരിചയപ്പെടുത്തി. കുൽ, പ്രവാചകരെ താങ്കൾ പറയുക, ഹുവല്ലാഹു അഹദ്, അല്ലാഹു ഏകനാണ്. അല്ലാഹ് എന്ന് കേൾക്കുമ്പോൾ അത് മുസ്ലിങ്ങളുടെ കുലദൈവത്തിന്റെ പേരായി, അറബികളുടെ ഗോത്രദൈവത്തിന്റെ പേരായി തെറ്റിദ്ധരിച്ച ധാരാളം സഹോദരങ്ങൾ. അങ്ങനെയല്ല. ഈ ലോകത്തെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ഏകനായ സട്ടാവിനെ അറബി ഭാഷയിൽ പരിചയപ്പെടുത്താവുന്ന ഏറ്റവും നല്ല പ്രയോഗമാണ് അല്ലാഹ്. അതുകൊണ്ട് ഈ ലോകത്തിന് നാഥൻ ഏകനാണ്. അവനേവർക്കും ആശ്രയം നൽകുന്നവനാണ്. ലം യലിദ് വലം യൂലദ്, അവന് സന്തതികളില്ല. അവൻ ആരുടെയും സന്തതിയില്ല. അവന് പുത്രനില്ല, അവന് പുത്രിയില്ല. അവൻ ആരുടെയും പുത്രനോ പുത്രിയോ അല്ല എന്ന് കൃത്യമായി പഠിപ്പിക്കുന്ന ഖുർആൻ. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അവന് തുല്യനായി ആരും തന്നെ ഇല്ല എന്ന് നിഷ്കളങ്കത എന്ന അധ്യായത്തിലാണ് ഖുർആൻ ഇക്കാര്യം ഉണർത്തുന്നത്. ഇതേ ആശയം തന്നെയാണ് ഇസ്രായേൽ തറവാട്ടിലേക്ക് കടന്നു വന്ന മഹാനായ പ്രവാചകൻ മോസസ് പ്രവാചകൻ ആവർത്തന പുസ്തകത്തിൽ 6-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വചനത്തിലും, അതോടൊപ്പം തന്നെ ഇസ്രായേൽ തറവാട്ടിലേക്ക് കടന്നു വന്ന മഹാനായ പ്രവാചകൻ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം മർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 29-ാമത്തെ വചനത്തിലും പഠിപ്പിച്ചിട്ടുള്ളത്. ഇസ്രായേലെ കേട്ടാലും നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ്. നീ നിന്റെ ദൈവമായ കർത്താവിന് പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ സ്നേഹിക്കണമെന്ന്. ദൈവം 3 എന്ന ആശയമോ ആദർശമോ അല്ല മഹാനായ പ്രവാചകൻ മോസസോ ജീസസോ പഠിപ്പിച്ചത്. മറിച്ച് കൃത്യമായി ശുദ്ധ ഏകദൈവാരാധനയുടെ ആശയങ്ങൾ ലോകത്തെ പഠിപ്പിച്ച പ്രവാചകന്മാർ, ഹൈന്ദവ ദാർശനിക പ്രമാണങ്ങളും പഠിപ്പിക്കുന്നത് അഥവാ ശുദ്ധ ഏകദൈവാരാധനയുമായി ബന്ധപ്പെട്ട സൂചനകളാണ്.
ഉദാഹരണം മഹാനിർവഹണ സ്തോത്രത്തിന്റെ വചനങ്ങൾ: തദേകം സ്മരാമസ്തദേകം ജപാമ, തദേകം ജഗത്സാക്ഷിരൂപം നമോ നമ. തദേകം സട്ടാവ് ദൈവം തമ്പുരനേകനാണ്. സ്മരാമസ്തദേകം, ആ ഏകനായ ദൈവത്തെ ഞങ്ങൾ സ്മരിക്കട്ടെ. ജപാമ, അവനെ മാത്രം ഞങ്ങൾ ജപിക്കട്ടെ. തദേകം, അവൻ ഏകൻ തന്നെ. ജഗത്സാക്ഷി രൂപം നമോ നമ, ജഗത്സാക്ഷി സ്വരൂപമായ ഉടയ തമ്പുരാൻ ഏകൻ തന്നെയാണ്. നമോ നമ, അവനെ മാത്രം ഞങ്ങൾ നമിക്കട്ടെ, ആരാധിക്കട്ടെ എന്ന പ്രാർത്ഥനാ മന്ത്രങ്ങൾ. ശുദ്ധേക ദൈവാരാധനയുടെ സൂചനകൾ നൽകുന്ന ഹൈന്ദവ ദാർശനിക പ്രമാണങ്ങൾ. എന്നാൽ ഇന്ന് മതവിശ്വാസികൾ 30 ദൈവസങ്കല്പങ്ങൾ വെച്ചു പുലർത്തുമ്പോൾ മതദാർശനിക പ്രമാണങ്ങൾ പഠിപ്പിക്കുന്ന ശുദ്ധ ഏകദൈവാരാധനയുമായി ബന്ധപ്പെട്ട സൂചനകളെ പലപ്പോഴും വിസ്മരിച്ചു തള്ളുന്നു എന്നത് വളരെ ഗൗരവമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ദൈവികമായ മതം പഠിപ്പിക്കുന്നത്, ഇസ്ലാം പഠിപ്പിക്കുന്നത് ഏകനായ സട്ടാവിനെ, ഹിന്ദുവിനെ, മുസൽമാനെ, മതമുള്ളവനെ, മതമില്ലാത്തവനെ, പരമാണു മുതൽ പരകോടി സൃഷ്ടിവർഗങ്ങളെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ഏകനായ ഉടയ തമ്പുരാനെ മാത്രം ആരാധിക്കണമെന്ന്. ഇതാണ് ഐക്യത്തിന്റെ സന്ദേശം, ഇതാണ് മോക്ഷത്തിന്റെ സന്ദേശം, ഇതാണ് മാനവികതയുടെ സന്ദേശം, ഇതാണ് മാനവ സഹോദര്യത്തിന്റെ സന്ദേശം. ഓരോരുത്തരും ഓരോ ദൈവത്തിന്റെ പിന്നാലെ പോവുകയും ഓരോരുത്തരും ഓരോ ദൈവത്തെ ആരാധിച്ച് ഗ്രൂപ്പുകളായി മാറി നിൽക്കുന്നതാണോ ഐക്യത്തിന്റെ സന്ദേശം? അതല്ല. ഒരൊറ്റ നാഥൻ, ഒരൊറ്റ ജനത, നാം ഒന്ന്, നമ്മുടെ ദൈവമൊന്ന് എന്ന വിശാലമായ ആശയവും ആദർശവുമാണോ മനുഷ്യരെ നമ്മുടെ മനസ്സുകളെ ഇണക്കി ചേർക്കുക? അതുകൊണ്ട് ഖുർആൻ പറഞ്ഞു, 2-ാം അധ്യായം ബഖറ 21-ാമത്തെ വചനം: യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ. ജനങ്ങളെ എന്ന് ഖുർആൻ വിളിക്കുന്നു. മുസ്ലിങ്ങളെ എന്ന് വിളിച്ചില്ല, അറബികളെ എന്ന് വിളിച്ചില്ല, ഏതെങ്കിലും പ്രത്യേക ഗോത്രത്തെയോ വർഗത്തെയോ വിഭാഗത്തെയോ വിളിച്ചില്ല. മജ്ജയും മാംസവുമുള്ള പച്ചയായ മനുഷ്യരെ വിളിച്ചുകൊണ്ട് ഖുർആൻ പറയുന്നു, ജനങ്ങളെ. നിങ്ങളെ സൃഷ്ടിച്ചവനാരോ, നിങ്ങളുടെ മുൻഗാമികളെ സൃഷ്ടിച്ചവനാരോ, അങ്ങനെയുള്ള നിങ്ങളുടെ സൃഷ്ടാവിനെ മാത്രം നിങ്ങൾ ആരാധിക്കുക. എങ്കിലേ ധർമ്മനിഷ്ഠയിൽ അധിഷ്ഠിതമായി ജീവിതം നയിക്കാൻ നിങ്ങൾക്ക് കഴിയൂ എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. നിങ്ങൾ സൂക്ഷ്മതാബോധത്തിലേക്ക് വളരണമെങ്കിൽ ശുദ്ധ ഏകദൈവാരാധനയിലേക്ക് കടന്നുവരൽ മാത്രമാണ് പരിഹാര മാർഗമെന്ന് ഖുർആൻ ഗൗരവമായി ഉണർത്തുന്നു. ശുദ്ധ ഏകദൈവാരാധന, നമ്മയെല്ലാം സൃഷ്ടിച്ച ഏകനായ നാഥനെ മാത്രം നമുക്ക് ആരാധിക്കാം. ഈ മഹിതമായ സന്ദേശം തന്നെയാണ് യഥാർത്ഥത്തിൽ മോസസ് പ്രവാചകൻ പഠിപ്പിച്ചത്, ജീസസ് പ്രവാചകൻ പഠിപ്പിച്ചത്, ലോകത്തിന്റെ വിവിധ കോണുകളിലേക്ക് വന്ന സകല പ്രവാചകന്മാരും പഠിപ്പിച്ചത്. ആ പ്രവാചകന്മാരുടെ ശക്തമായ ഏകദൈവ ആശയവുമായി ബന്ധപ്പെട്ട പ്രബോധനത്തിന്റെ ശേഷിപ്പുകൾ നമുക്ക് കാണാനും മനസ്സിലാക്കാനും കഴിയുന്നുണ്ട്. അതുകൊണ്ടാണ് ശുദ്ധേകദൈവാരാധികയുടെ സ്പർശങ്ങൾ ബൈബിൾ പുസ്തകങ്ങൾ നമ്മൾ കാണുന്നതും അതോടൊപ്പം തന്നെ ഹൈന്ദവ ദാർശനിക പ്രമാണങ്ങളിലും ശുദ്ധേകദൈവാരാധനയുമായി ബന്ധപ്പെട്ട സൂചനകൾ നമുക്ക് വായിച്ചെടുക്കാനും കഴിയുന്നത്. ഉദാഹരണം, ഏകനായ സട്ടാവിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന മഹാനായ പ്രവാചകൻ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം. ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം 42 മുതൽ 44 വരെയുള്ള വരികൾ: പിതാവേ, ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കണമേ, എങ്കിലും എന്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പ്രാർത്ഥിച്ച മഹാനായ പ്രവാചകൻ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം. അദ്ദേഹം പ്രാർത്ഥിച്ചതും, അദ്ദേഹം മുട്ടുകുത്തി പൊട്ടിക്കരഞ്ഞു പ്രാർത്ഥിച്ചതും ഏകനായ സട്ടാവിനോട്. ഏകനായ സട്ടാവിനെ വിളിച്ചു പ്രാർത്ഥിക്കണമെന്നുള്ള സൂചനകളാണ് യഥാർത്ഥത്തിൽ മഹാനിർവ്വാണ സ്തോത്രമാകട്ടെ എന്തിനേറെ ബൃഹദാരണ്യകോപനിഷത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നു. ഓം അസതോമ സദ്ഗമയ തമസോമ ജ്യോതിർഗമയ മൃത്യോമ അമൃതംഗമയ. തുടക്കവും ഒടുക്കവും ഇല്ലാത്ത ശക്തിയെ നീ ഞങ്ങളെ അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് നയിച്ചാലും, തമസിൽ നിന്ന് ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിലേക്ക് നയിച്ചാലും, മരണത്തിൽ നിന്ന് അമരത്വത്തിലേക്ക് നയിച്ചാലും എന്നുള്ള പ്രാർത്ഥനാ മന്ത്രങ്ങൾ ബൃഹദാരണ്യകോപനിഷത്തിലെ വളരെ കൃത്യമായി 1-ാം അധ്യായത്തിലെ 3-ാം ബ്രാഹ്മണത്തിലെ 27-ാമത്തെ മന്ത്രത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു. ചുരുക്കത്തിൽ ശുദ്ധ ഏകദൈവാരാധനയാണ് മനുഷ്യനെ മാനവികതയിലേക്ക് പരിവർത്തിപ്പിക്കുക എന്നും മനുഷ്യാസ്തിത്വത്തിന്റെ ഉജ്ജ്വലമായ ഭാവതലങ്ങളിലേക്ക് കൈപിടിച്ചുയർത്തുക എന്നും ആത്യന്തികമായ മോക്ഷത്തിലേക്കുള്ള വഴിമാർഗം തുറന്നു തരിക എന്നും മതം പഠിപ്പിക്കുന്നു. ഈ മഹിതമായ ആശയം പഠിപ്പിക്കുവാൻ വേണ്ടി കടന്നു വന്നവരാണ് ലോകത്തിന്റെ വിവിധ കോണുകളിലേക്ക് കടന്നു വന്ന പ്രവാചകന്മാർ. ആ പ്രവാചകന്മാരുടെ കടന്നുവരൽ മനുഷ്യർക്ക് കൃത്യമായ മാർഗദർശനം നൽകാനായിരുന്നു. അഥവാ ലോകത്ത് പരകോടി ജന്തുജീവവർഗങ്ങൾക്ക് ജനിക്കാനും വളരാനും വികസിക്കുവാനും ഇരതേറുവാനും ശത്രുവിൽ നിന്ന് രക്ഷപ്പെടുവാനുമുള്ള മാർഗവും മാർഗദർശനവും നൽകിയവനാരോ അവന്റെ ബാധ്യതയാണ് അവന്റെ സൃഷ്ടികളായ മനുഷ്യരായ നമുക്ക് കൃത്യമായ മാർഗദർശനം നൽകുക എന്ന്.
ആ ഉത്തരവാദിത്വം, ആ വല്ലാത്ത ബാധ്യത സട്ടാവ് ഏറ്റെടുക്കുകയും അത് പ്രവാചകന്മാരിലൂടെ കാലാകാലങ്ങളിലായി വേദഗ്രന്ഥങ്ങളിലൂടെ നിരന്തരം മാർഗദർശനം നൽകിക്കൊണ്ടിരുന്നു. ആ മാർഗദർശനം നൽകിക്കൊണ്ട് കടന്നു വന്ന പ്രവാചക ശൃംഖലയിൽ അവസാനത്തെ കണ്ണിയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകനെ പലപ്പോഴും പലരും മനസ്സിലാക്കുന്നത് കേവലം അറബികളുടെ ഗോത്ര നേതാവ്, അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ മാത്രം നേതാവ്, അല്ലെങ്കിൽ കേവലം ഒരു അറേബ്യൻ പരിഷ്കർത്താവ്. അങ്ങനെയല്ല ആ മഹാപ്രവാചകനെ ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. വമാ അർസൽനാക ഇല്ലാ കാഫത്തൻ ലിന്നാസി ബശീറൻ വനദീറ വലകിൻ അക്തറന്നാസി ലാ യഅലമൂൻ. ഖുർആനിലെ 34 സൂറത്തുൽ സബഅയിലെ 28 വചനം. ലോകത്തിന് മുഴുവൻ മാനവരാശിക്ക് അഖിലവും സ്വർഗത്തെക്കുറിച്ചുള്ള സന്തോഷ വാർത്ത അറിയിക്കുവാൻ, നരകത്തെക്കുറിച്ചുള്ള ശക്തമായ താക്കീത് നൽകുവാൻ സട്ടാവിനാൽ നിയോഗിതനായ പ്രവാചകനാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുസ്ലിങ്ങളുടെ മാത്രം പ്രവാചകനല്ല, ലോകത്തിന്റെ പ്രവാചകൻ. ആ പ്രവാചകനെ ചൂണ്ടിക്കൊണ്ട് ഖുർആൻ പറഞ്ഞു, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. ലോകത്തിന് മുഴുവനും കാരുണ്യമായി കൊണ്ടാണ് ആ മഹാപ്രവാചകന്റെ നിയോഗം. വിശുദ്ധ ഖുർആൻ 21 അധ്യായം സൂറത്തുൽ അംബിയാഇന്റെ 107 വചനം. ആ പ്രവാചകൻ കാരുണ്യത്തിന്റെ പ്രവാചകനാണ്. ഒരിക്കലും ഫാസിസവും ടെററിസവും ആ പ്രവാചകൻ പഠിപ്പിച്ചിട്ടില്ല. തീവ്രവാദത്തിന്റെ വർഗീയതയുടെ ദുഷ്ടവിത്തുകൾക്ക് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ജന്മം നൽകിയിട്ടില്ല. ആ പ്രവാചകന്റെ അധരങ്ങളിലൂടെ ഒഴുകി വന്നത് കാരുണ്യത്തിന്റെ സന്ദേശമാണ്. ആ പ്രവാചകന്റെ നീണ്ട 23 വർഷങ്ങളിലും ആ കാരുണ്യത്തിന്റെ സന്ദേശം പ്രകടമാണ്. ഭൂമിയിലുള്ളവരുടെ കരുണ കാണിക്കുന്ന പക്ഷം ഉപരിയിലുള്ള നാഥൻ നിങ്ങളോട് കരുണ കാണിക്കുമെന്ന് പഠിപ്പിച്ച പ്രവാചകൻ ഒരിക്കലും തീവ്രവാദത്തിന്റെ വർഗീയവാദത്തിന്റെ വിഷവത്തുകൾക്ക് ജന്മം നൽകിയിട്ടില്ല എന്നുള്ള പച്ചയായ സത്യത്തെക്കുറിച്ചുള്ള തിരിച്ചറിവിലേക്ക് കടന്നു വരണമെന്ന് താല്പര്യപ്പെടുകയാണ് ആ മഹാപ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മനുഷ്യൻ എങ്ങനെയാണ് ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും ഏറ്റവും ഉന്നതമായ തലങ്ങളിലേക്ക് വളർന്നു വരേണ്ടത് എന്ന് സ്വന്തം ജീവിതത്തിലൂടെ കാണിച്ചു തന്ന പ്രവാചകൻ. ഒരു വ്യക്തി എന്ന നിലയിൽ, ഒരു ഭർത്താവ് എന്ന നിലയിൽ, ഒരു കൂട്ടുകാരൻ എന്ന നിലയിൽ, ഒരു പിതാവ് എന്ന നിലയിൽ, ഒരു പിതാമഹൻ എന്ന നിലയിൽ, ഒരു അയൽക്കാരൻ എന്ന നിലയിൽ, ഒരു നേതാവ് എന്ന നിലയിൽ, ഒരു സേനാ നായകൻ എന്ന നിലയിൽ, ഒരു നീതിമാൻ എന്ന നിലയിൽ, ഒരു കരാർ പാലകൻ എന്ന നിലയിൽ ജീവിതത്തിന് നിഖില മേഖലയിലും അനുഭവമായ മാതൃക ആ മഹാപ്രവാചകനിൽ നമുക്ക് കാണുന്നു, നമുക്ക് കാണാൻ കഴിയുന്നു. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. ഖുർആൻ 33 സൂറത്തു അഹ്സാബിന്റെ 21 വചനം. നിങ്ങൾക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ അനുപമമായ മാതൃകയാണുള്ളത്. ജീവിതത്തിന്റെ A to Z തലങ്ങളിൽ കൃത്യമായ മാർഗദർശനം. ആ മഹാപ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും യുദ്ധക്കൊതിയനോ രക്തദാഹിയോ വർഗീയവാദിയോ തീവ്രവാദിയോ അത്തരം വികൃത ചിന്തകൾക്ക് തിരികൊളുത്തിയ വ്യക്തിത്വമോ ആയിരുന്നില്ല. ആ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ലോകം കണ്ട ഗ്രന്ഥമാണ്, ലോകത്തിന്റെ നാഥൻ മാനവർക്ക് മാർഗദർശനം നൽകാൻ അവതരിപ്പിച്ച ഗ്രന്ഥമാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് തന്നെ ഖുർആൻ സ്വന്തത്തെ പരിചയപ്പെടുത്തുന്നു. 2 അധ്യായം ബഖറ 185 വചനം. ഹുദൽ ലിന്നാസ്, ഇത് ജനങ്ങൾക്ക് മാർഗദർശനം നൽകുന്ന ഗ്രന്ഥം. ഇത് മനുഷ്യനെ മനുഷ്യനാക്കുന്ന ഗ്രന്ഥം. ഇത് കൃത്യമായ നന്മ തിന്മകളെ കുറിച്ച് കൃത്യമായ വിശദീകരണം നൽകുന്ന ഗ്രന്ഥം. ഇതാ മനുഷ്യ ജീവിതത്തിന്റെ നിഖില മേഖലകളെ സ്പർശിച്ച് കൃത്യമായ പൂർണ്ണമായ മാനവികമായ മാർഗവും മാർഗദർശനവും നൽകുന്ന ഗ്രന്ഥം ഇതാ എന്ന് ഖുർആൻ സ്വന്തത്തെ പരിചയപ്പെടുത്തുന്നു. ഇന്ന ഹാദൽ ഖുർആൻ യഹ്ദീ ലില്ലതി ഹിയ അഖ്വം വയുബശ്ശിറുൽ മുഅ്മിനീന അല്ലദീന യഅമലൂന സ്വാലിഹാത്തി അന്ന ലഹും അജ്റൻ കബീറ. ഖുർആൻ 17 അധ്യായം സൂറത്തുൽ ഇസ്റാ 9 വചനം. ഇതാ ഗ്രന്ഥം, ദൈവികമായ മാർഗവും മാർഗദർശനവുമായ ഗ്രന്ഥം. വിശ്വസിക്കുന്ന മനുഷ്യനെ ശരിയായ ചൊവ്വായ വഴിയിലേക്ക് മാർഗദർശനം നൽകുന്ന ഗ്രന്ഥം ഇതാ. വിശ്വസിക്കുന്ന സൽക്കർമ്മകാരികൾക്ക് ലഭിക്കാനിരിക്കുന്ന ഉന്നതമായ പ്രതിഫലത്തെക്കുറിച്ച് സന്തോഷ വാർത്ത അറിയിക്കുന്ന ഗ്രന്ഥം ഇതാ എന്ന് പറഞ്ഞ് ലോകത്തിന്റെ നാഥൻ അവസാന വേദഗ്രന്ഥത്തെ പരിചയപ്പെടുത്തുന്നു. എന്നാൽ ഈ സട്ടാവിന്റെ ഗ്രന്ഥത്തിന്റെ പ്രത്യേകത ഇത് ലോകാവസാനം വരെ നിലനിൽക്കുമെന്ന്, അതിന്റെ സംരക്ഷണ ചുമതല ലോകങ്ങളുടെ നാഥൻ തന്നെ ഏറ്റെടുത്തു എന്നത് വിശുദ്ധ ഖുർആന്റെ മാത്രം സവിശേഷതയാണ്. ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. നാം അവതരിപ്പിച്ച ഈ ഗ്രന്ഥത്തെ നാം തന്നെ സംരക്ഷിക്കുമെന്ന 15 അധ്യായം ഹിജ്റിന്റെ 9 വചനം. എന്നാൽ വിശുദ്ധ ഖുർആനിന് മുമ്പ് അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥങ്ങൾ അതിന്റെ സംരക്ഷണ ചുമതല അതത് സമൂഹത്തെ ഏൽപ്പിക്കുക വഴി കാലാന്തരത്തിൽ തങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കനുസരിച്ച് ഇഷ്ടമുള്ളത് നിലനിർത്തി ഇഷ്ടമില്ലാത്തത് മുറിച്ചു മാറ്റുകയും പലതും തിരികെ കയറ്റുകയും പല രീതിയിലും എഴുതി വിളക്കി ചേർക്കുകയും ചെയ്ത് ദൈവികമായ വചനങ്ങളെയും ദൈവികമായ വേദഗ്രന്ഥങ്ങളെയും വികലമാക്കിയ നടപടിക്രമങ്ങൾ മുൻഗാമികളുടെ ഭാഗത്ത് നിന്ന് ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് ഖുർആൻ ഉണർത്തുന്നു.
അത്തരം വികൃതമായ നടപടിക്രമങ്ങൾ സ്വീകരിച്ചവരെ വിശുദ്ധ ഖുർആൻ ശക്തമായ ഭാഷയിൽ താക്കീത് ചെയ്യുന്നു. فويل للذين يكتبون الكتاب بأيديهم ثم يقولون هذا من عند الله ليشتروا به ثمنا قليلا فويل لهم مما كتبت أيديهم وويل لهم مما يكسبون. രണ്ടാമത്തെയും ബഖറ 79-ാമത്തെ വചനം. തങ്ങളുടെ കരങ്ങൾ കൊണ്ട് ഗ്രന്ഥമെഴുതിയുണ്ടാക്കി ഇത് ദൈവികമാണ് എന്ന് അവകാശവാദം ഉന്നയിച്ചവർക്ക് നാശം. എഴുതിയ വകയിൽ സമ്പാദിച്ച വകയിൽ നാശം നാശം നാശമെന്ന് വിശുദ്ധ ഖുർആൻ അവരെ കർക്കശമായ ഭാഷയിൽ അവരെ ശപിക്കുന്നു. സൂറത്ത് ബഖറയിലെ 79-ാമത്തെ വചനം. അതുകൊണ്ട് തന്നെ മാനവരാശിയിലേക്ക് അവർക്ക് മാർഗദർശനം നൽകുവാൻ വേണ്ടി ലോകങ്ങളുടെ നാഥൻ അവസാനത്തെ പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അവതരിപ്പിച്ച ഗ്രന്ഥമാണ് ഖുർആൻ. ആ ഖുർആൻ ജനങ്ങളെ ക്ഷണിക്കുന്നത് സമാധാനത്തിലേക്കാണ്, സർവോപരി മോക്ഷത്തിലേക്കാണ്. ഒരിക്കലും തീവ്രവാദത്തിന്റെ, ഭീകരവാദത്തിന്റെ, വർഗീയതയുടെ വികൃത ചിന്തയിലേക്കല്ല ഖുർആൻ ക്ഷണിക്കുന്നു ജനങ്ങളെ. 10-ാം അധ്യായം യൂനുസിന്റെ 25-ാമത്തെ വചനം. വല്ലാഹു യദഊ ഇലാ ദാരിസ്സലാം, സമാധാനത്തിന്റെ ഭവനത്തിലേക്കാണ് വിശുദ്ധ ഖുർആന്റെ ക്ഷണം. തീവ്രവാദത്തിന്റെ ഭവനത്തിലേക്കല്ല, ഫാസിസത്തിന്റെ കോട്ടകൊത്തളങ്ങളിലേക്കല്ല, സമാധാനത്തിന്റെ ഭവനത്തിലേക്ക് എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. വിശുദ്ധ ഖുർആൻ ജനങ്ങളെ പഠിപ്പിച്ചത്, വിശുദ്ധ ഖുർആനിന് മുമ്പുള്ള സകല വേദഗ്രന്ഥങ്ങളും ജനങ്ങളെ പഠിപ്പിച്ചത് സട്ടാവിന് സ്വന്തത്തെ സമർപ്പിക്കുക എന്ന ദൈവികമായ മതമായിരുന്നു, ദൈവികമായ മാർഗദർശനമായിരുന്നു. യഥാർത്ഥത്തിൽ അത് തന്നെയാണ് ഇസ്ലാം. ഇസ്ലാം എന്നതുകൊണ്ടുള്ള വിവക്ഷ സട്ടാവായ നാഥന് സ്വന്തത്തെ സമ്പൂർണമായും സമർപ്പിക്കുക വഴി കരഗതമാകുന്ന ശാന്തിയാണ്, സമാധാനമാണ് ഇസ്ലാം. എങ്കിൽ ആരാണ് മുസ്ലിം? ഏകനായ സട്ടാവിന് സ്വന്തത്തെ സമ്പൂർണമായും സമർപ്പിക്കുന്നവനാരും അവനാണ് മുസ്ലിം. ഇസ്ലാം എന്ന് വച്ചാൽ തന്നെ അടിസ്ഥാനപരമായി ശാന്തി സമാധാനം എന്നാണ് അതിന്റെ അർത്ഥതാല്പര്യം. ലോകത്ത് പേരിൽ തന്നെ ശാന്തി സമാധാനം എന്ന അർത്ഥതാല്പര്യം ഉൾക്കൊള്ളുന്ന മതം ഇസ്ലാം അല്ലാതെ ലോകത്ത് മറ്റേതൊരു മതമാണുള്ളത്? അങ്ങനെ പേരിൽ തന്നെ ശാന്തി സമാധാനം എന്ന അർത്ഥതാല്പര്യം ഉൾക്കൊള്ളുന്ന ഒരു മതം എങ്ങനെയാണ് ഭീകരയുടെ തീവ്രവാദത്തിന്റെ മതമായി തീരുക? എങ്ങനെയാണ് സങ്കുചിത ചിന്തയുടെ ഒരാശയമായി ആദർശമായി അധപ്പതിക്കുക? എങ്ങനെയാണ് മാനവ വിമോചനത്തിന്റെ വിരുദ്ധമായ സന്ദേശം മുഴക്കുക? ഒരിക്കലില്ല. മാനവികതയുടെ, മാനവ വിമോചനത്തിന്റെ, മാനവ സാഹോദര്യത്തിന്റെ, എല്ലാത്തിലും മോചത്തിന്റെ ആശയവും സന്ദേശവുമാണ് ഇസ്ലാം മുന്നോട്ട് വന്നത്. എന്തിനേറെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം പരസ്പരം കണ്ടുമുട്ടിയാൽ തന്നെ അസ്സലാമു അലൈക്കും എന്ന് പ്രാർത്ഥിക്കാൻ വിധിക്കപ്പെട്ട മതവിശ്വാസികളാണ് മുസ്ലിങ്ങൾ. എന്താണ് അതിനർത്ഥം? സകല ഹിന്ദുക്കളുടെയും സകല ക്രൈസ്തവ സഹോദരങ്ങളുടെയും ശിരസ് ജയിക്കുമെന്നാണോ? അല്ല. ഏകനായ സത്താവിൽ നിന്നുള്ള ശാന്തിയും സമാധാനവും നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് മുസ്ലിം. തിരിച്ചുള്ള പ്രാർത്ഥന അലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്. ഏകനായ സത്താവിനുള്ള ശാന്തവും സമാധാനവും കാരുണ്യവും ഉണ്ടാകട്ടെ. ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന പരസ്പരം കണ്ടുമുട്ടിയാൽ തന്നെ ശാന്തിക്കും സമാധാനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന മുസ്ലിങ്ങൾ എത്രയാണ് ഭീകരവാദികളാകാവുക? അതേസമയം ഭീകരവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട ഏതെങ്കിലും മുസ്ലിം നാമധാരികൾ ചെയ്ത പച്ചയായ ചില അതിക്രമങ്ങളെ വെളിച്ചത്തിൽ, തോന്നിവാസങ്ങളുടെ വെളിച്ചത്തിൽ ലോകത്തുള്ള മുഴുവൻ മുസ്ലിം ഭീകരവാദികളാണെന്ന് പറഞ്ഞ് അവരെ പ്രതിക്കൂട്ടിൽ നിർത്തി സത്യത്തിലുള്ള നീതിയോടുള്ള കടന്നുകയറ്റമാണ്. അതേസമയം ഇത്തരത്തിലുള്ള അതിക്രമത്തിന്റെ തോന്നിവാസത്തിന്റെ നിലപാടുകൾ സ്വീകരിക്കുന്ന ഈ വികൃത മനസ്സിനുടകളായ ഇത്തരം ആളുകളെ ന്യായീകരിക്കേണ്ട ഗതികേട് ഒരു മുസ്ലിമിനില്ല, ഇസ്ലാമിക പ്രബോധകനുമില്ല. നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ അതിക്രമങ്ങൾ ചെയ്തത് ഏതെങ്കിലും ഒരു മതത്തിൽപ്പെട്ടനായി എന്നത്തെ കാരണത്താൽ ആ മതാനുയായികൾ മുഴുവനും പ്രശ്നക്കാർ എന്ന രീതിയിലുള്ള സമീപനം നീതിക്കിണങ്ങിയതല്ല, സത്യത്തിനിണങ്ങിയതല്ല. അതുകൊണ്ട് ഇസ്ലാമിനെ അറിയണമേ, മതത്തെ അറിയണമേ, പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ മനസ്സിലാക്കണമേ. കേവലം മതമില്ല മതമില്ല ദൈവമില്ല ദൈവമില്ല എന്ന് കൂവി വിളിക്കുവാനും ആവേശത്തോടെ പ്രസംഗിക്കുവാനും വാക്തർത്തുകൾ നടത്താനും എളുപ്പമാണ്. പക്ഷേ മനുഷ്യന്റെ മനസ്സ്, മനുഷ്യന്റെ കൃത്യമായ ബുദ്ധിയും യുക്തിയും ദിശയും കൃത്യമായി സ്ഥിരപരമായ സമീപനത്തിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു അർത്ഥത്തിലുള്ള തുറ സമീപനം ഉണ്ടാകുമ്പോൾ ഈ സൃഷ്ടിപ്രപഞ്ചത്തിന് പിന്നിലുള്ള ശക്തിയെ നിഷേധിക്കാനാവുക അവന്റെ അത്ഭുതകരമായ ശക്തി സംവിധാനത്തെയും അവന്റെ മാർഗദർശനത്തെയും. അതുകൊണ്ട് ആ ദൈവികമായ മാർഗത്തെയും മാർഗദർശനത്തെയും അറിയുവാൻ നമ്മുടെ മനസ്സും മസ്തിഷ്കവും സജീവമാക്കേണ്ടതുണ്ട്. എന്തിന് ദൈവത്തിന്റെ മതമനുസരിച്ച് ജീവിക്കണം? എന്തിന് ദൈവത്തിൽ വിശ്വസിക്കണം? എന്ത് പരലോകത്തിൽ വിശ്വസിക്കണം? എന്തിന് ഈ രംഗത്ത് നന്മകളുടെ ജീവമാകണം, തിന്മകൾ മാറി നിൽക്കണം? അതെ, നാളെയുടെ ലോകത്ത് രക്ഷയും മോക്ഷവും ലഭിക്കുവാൻ വേണ്ടി മനുഷ്യന്റെ കർമ്മങ്ങൾ പൂർണ്ണമായ രക്ഷയും ശിക്ഷയും ലഭിക്കുന്ന ഒരവസ്ഥ ഇവിടെയില്ല. ഒരു നിയമ സംവിധാനത്തിനും ഒരു നീതി പാലകനും നടപ്പിലാക്കാൻ കഴിയില്ല കൃത്യമായ നീതി. 100 ആളെ കൊന്ന ഒരു മനുഷ്യനെ 100 തവണ തൂക്കിക്കൊല്ലാൻ നമ്മുടെ നിയമ സംവിധാനങ്ങൾ അശക്തമാണ്. 10,000-കണക്കിന് മനുഷ്യരെ കൊന്നൊടുക്കി അവരുടെ നെഞ്ചത്ത് സംഹാരതാണ്ഡവമാടിയ സാമ്രാജ്യത്വ ശക്തികൾ ലോകത്ത് കഴിഞ്ഞുപോയിട്ടില്ലേ? അവർ ചെയ്ത കൊടും ക്രൂരതകൾക്ക് പൂർണ്ണമായ ശിക്ഷ നൽകാൻ ഏതെങ്കിലും നിയമവ്യവസ്ഥയ്ക്കോ നീതിപീഠത്തിനോ കഴിഞ്ഞിട്ടുണ്ടോ?
ലോകത്ത് ശാന്തിയും സമാധാനവും പുനഃസ്ഥാപിക്കുവാൻ വേണ്ടി തങ്ങൾക്ക് സ്വന്തമായതെല്ലാം സമർപ്പിച്ച ലോകം കണ്ട ശ്രേഷ്ഠരായ വ്യക്തിത്വങ്ങൾ കഴിഞ്ഞുപോയിട്ടില്ലേ? അവരുടെ നിരന്തരമായ ത്യാഗ പരിശ്രമങ്ങൾക്കും അവരുടെ കണ്ണീരിനും അവരുടെ കഠിനാധ്വാനങ്ങൾക്കും അവരുടെ ചോര നീരാക്കിക്കൊണ്ടുള്ള അധ്വാനങ്ങൾക്കും തത്തുല്യമായ പ്രതിഫലം നന്മ ലഭിച്ചിട്ടുണ്ടോ? ഇല്ല എങ്കിൽ മനുഷ്യന്റെ ബുദ്ധിയുടെ നീതിയുടെ തേട്ടമാണ് പരലോകം, നാളെയുടെ ലോകം. ആ ലോകത്ത് കർമ്മങ്ങൾക്ക് അനുഗുണമായ പ്രതിഫലമുണ്ട് എന്ന് മതം പഠിപ്പിക്കുന്നു. അത് തന്നെയാണ് മനുഷ്യബുദ്ധിയുടെ തേട്ടം, മനുഷ്യധിഷണയുടെ തേട്ടം. പരലോകമുണ്ട് എന്ന പച്ചയായ യാഥാർത്ഥ്യത്തിലേക്ക് വിരൽ ചൂണ്ടുകയാണ് മനുഷ്യന്റെ പെരുവിരൽ എന്ന പച്ചയായ സത്യം ഗൗരവമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, ഖുർആൻ പറഞ്ഞു, കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ ഫമൻ സുഖ്സിയ അനിൻ നാരി വഉദ്ഖില ജന്നത ഫഖദ് ഫാസ് വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. സകലരും മരിക്കും, പരലോകമല്ല, അതല്ല, ദൈവമല്ല എന്ന് പറഞ്ഞവരടക്കം മരിക്കും. നാളെ ഉയർത്തെഴുന്നേൽപ്പിന് നാളിൽ പൂർണ്ണമായ പ്രതിഫലം നൽകപ്പെടും. അന്ന് ആരാണോ സ്വർഗത്തിലേക്ക് പ്രവേശിക്കപ്പെടുക, നരകത്തിൽ നിന്ന് ആരാണോ അകറ്റി നിർത്തപ്പെടുക, ഫഖദ് ഫാസ്, അവനാണ് ആത്യന്തികമായി മോക്ഷം ലഭിച്ചവൻ, സ്വർഗം ലഭിച്ചവൻ, അതോടൊപ്പം നിത്യജീവനിൽ പ്രവേശിച്ചവൻ. അതല്ലാത്ത പക്ഷം നഷ്ടമാണ്, നാശമാണ് എന്ന് പഠിപ്പിക്കുന്നു മതം. ഈ സ്വർഗ നരകങ്ങളെ കുറിച്ചുള്ള സൂചനകളാണ് യഥാർത്ഥത്തിൽ കഠോപനിഷത്തിന്റെ പ്രഥമ വല്ലിയിലെ പ്രഥമ അധ്യായത്തിലെ 12-ാമത്തെ വചനത്തിലും ഈശാവാസ്യോപനിഷത്തിന്റെ 3-ാമത്തെ വചനത്തിലും സ്വർഗ നരകങ്ങളെ കുറിച്ചുള്ള സൂചനകൾ നമ്മൾ വായിക്കുന്നു. മഹാനായ പ്രവാചകൻ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ സാരോപദേശങ്ങൾ, സ്വർഗത്തിന് വേണ്ടി നിക്ഷേപങ്ങൾ കരുതി വെക്കണമെന്നുള്ള ഉപദേശം മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 19 മുതൽ 21 വരെയുള്ള വരികളിലും, നരകത്തിന് രക്ഷപ്പെടാൻ ഉതകുന്ന കർമ്മങ്ങളിൽ സജീവമാകണമെന്നും നരകപ്രവേശത്തിന് കാരണമായി തീരുന്ന സകല ദുഷ്ടകർമ്മങ്ങളിൽ നിന്ന് മാറി നിൽക്കണമെന്നുള്ള ശക്തമായ താക്കീതുകൾ മർക്കോസിന്റെ സുവിശേഷം വളരെ കൃത്യമായി 9-ാം അധ്യായത്തിൽ 43 മുതൽ 50 കൂടിയ വരികളിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നു. ചുരുക്കത്തിൽ ദൈവം തമ്പുരാന്റെ മതത്തെ, അവന്റെ മാർഗത്തെ അറിയുകയും ആ കൃത്യമായ മാർഗവും മാർഗദർശനവും അനുസരിച്ച് ജീവിതത്തെ സമൂലമായി പരിവർത്തിപ്പിക്കുക വഴി മാത്രമാണ് മാനവരാശിക്ക് മോക്ഷമുള്ളൂ. മാനവരാശി മനുഷ്യാസ്തിത്വത്തിന്റെ ഏറ്റവും ഉജ്ജ്വലമായ തലങ്ങളിലേക്ക് വളരുകയുള്ളൂ. സമൂഹത്തിൽ ശാന്തിയും സമാധാനവും പുനഃസ്ഥാപിക്കപ്പെടുകയുള്ളൂ. എല്ലാ അർത്ഥത്തിലും നാളെയുടെ ലോകത്ത് സ്വർഗവും മോക്ഷവും നേടിയെടുക്കാൻ കഴിയുകയുള്ളൂ എന്ന് മതം പഠിപ്പിക്കുന്നു. ഈ മർമ്മപ്രസക്തമായ ആശയത്തിലേക്കും ആദർശത്തിലേക്കും തിരിച്ചു വരണമെന്നും സൃഷ്ടിപരമായ ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട്, സംശയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തുടർന്നുള്ള ചോദ്യോത്തര സെഷനെ സജീവമാക്കണമേ എന്നോർത്തിക്കൊണ്ട് എന്തുകൊണ്ട് മതമെന്ന നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട, നമ്മുടെ ജീവിത ലക്ഷ്യവുമായി ബന്ധപ്പെട്ട, നമ്മുടെ മോക്ഷവുമായി ബന്ധപ്പെട്ട ഏറെ പ്രസക്തമായ ഈ വിഷയത്തെ ഇത്രയും നേരം കണ്ണും കാതും കൽബും തുറന്ന് ഈ വിഷയത്തെ ശ്രവിച്ച നിങ്ങളുടെ മനസ്സുകളിൽ ഈ മർമ്മപ്രസക്തമായ വിഷയത്തെ സമർപ്പിക്കുകയാണ്. ചിന്തിക്കണമേ, പഠിക്കണമേ, സജീവമാക്കണമേ തുടർന്നുള്ള ചോദ്യോത്തര സെഷനെ എന്ന് ഉണർത്തിക്കൊണ്ട് നിർത്തുന്നു. ലോകങ്ങളുടെ നാഥൻ സട്ടാവിന്റെ മാർഗവും മാർഗദർശനവും അനുസരിച്ച്, അവന്റെ കൃത്യമായ മതമനുസരിച്ച് ജീവിതം പരിവർത്തിപ്പിക്കാൻ അവൻ നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.